ഒരു ചാർട്ടിൻ്റെ മുമ്പിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനല്ല ശരിക്കും ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ ആസ് എ ബിഗിനർ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മാക്സിമം ഒരു 2 അവറിൽ കൂടുതലൊന്നും ഒരിക്കലും ഒരു ചാർട്ട് അനാലിസിന് സ്പെൻഡ് ചെയ്യരുത്. ഈവൻ ദോ സ്റ്റഡി പർപ്പസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഡേ ട്രേഡിംഗ് പർപ്പസിനാണെങ്കിലും. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടൈം നിങ്ങൾ ഒരു ചാർട്ടിൽ സ്പെൻഡ് ചെയ്യുന്നോ അത്രയും കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കൂടുന്നതല്ലാതെ നിങ്ങൾക്കൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ കിട്ടില്ല. കാരണം ഒരു ട്രേഡ്, ഫോർ എക്സാമ്പിൾ എടുക്കാം, ഒരു ട്രേഡിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അനാലിസിസ് ചെയ്ത് ഒരു ട്രേഡ് കണ്ടുപിടിച്ച് വെച്ചു. നിങ്ങൾ വീണ്ടും അതിനെ ചാർട്ടിനെ ഒന്നുകൂടെ വ്യൂ ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ വ്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പുതിയ തോട്ട് പ്രോസസ്സ് വരാം. അതായത് ഓക്കെ, ഈ ഒരു കോൺഫർമേഷൻസ് ഇല്ലല്ലോ, ഈ ഒരു കോൺഫിഡൻസ് ഇല്ലല്ലോ, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മിനിമൽ ടൈം ചാർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാപ്ടോപ്പ്, PC അതുപോലുള്ള 2 മോണിറ്റർ കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഫോൺ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫോണിൽ ട്രേഡിംഗ് വ്യൂ നോക്കും. എൻ്റെ സെറ്റപ്പ്സ് അവിടെ ഫോം ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ബൈ ലിമിറ്റ്, സെൽ ലിമിറ്റ് ഓർഡേഴ്സ് ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അതായത് എല്ലാം അപ്പ് ഫ്രണ്ട് ട്രേഡ്സ് ആണ് പ്ലേസ് ചെയ്യുന്നത്. ഒന്നും നമ്മൾ ഇപ്പം വന്നു ഇപ്പോൾ ട്രേഡ് എടുക്കുക അങ്ങനത്തെ മൈൻഡ് സെറ്റ് അല്ല. ലെവൽസ് നോക്കുക, അപ്പ് ഫ്രണ്ട് ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 1 ഇയർ ബാക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്രോപ്പർ ലാപ്ടോപ്പൊക്കെ വെച്ച് തന്നെയാണ്. അതായത് ലാപ്ടോപ്പിൽ ഒരു വർക്ക് ഡെസ്ക് എന്നൊക്കെ പറയാം. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ ഓൾഡ് വീഡിയോസിൽ കാണാം. ആ ഒരു വർക്ക് ഡെസ്ക് സെറ്റപ്പിൽ വരുമ്പോൾ മാത്രമായിരുന്നു ഞാൻ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല, നമുക്ക് വേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അല്ലേ. വേറെ പല ബിസിനസ്സുകളുണ്ട്, ചിലപ്പോൾ ട്രാവലിംഗ് കാണാം. അപ്പോൾ ഈ വർക്ക് ഡെസ്കിൽ വന്നാലേ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല ട്രേഡിംഗ്. അപ്പോൾ അത് ഞാൻ പയ്യെ സ്വിച്ച് ചെയ്തു. ഇപ്പോൾ ഞാൻ ആകെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സസ് ഉള്ള ടൈമിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്തെങ്കിലും സെഷൻസ് കൊടുക്കുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ട്രേഡിംഗ് എപ്പോഴും എൻ്റെ ഫോണിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പ് ഡിപ്പെൻഡ് ചെയ്യും. അതായത് നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറഞ്ഞ ടൈം പീരീഡിൽ അനാലിസിസ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫോൺ തന്നെ യൂസ് ചെയ്യാം. കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരു എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യാൻ MT5 വരുന്നത് ഫോണിലാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഫോൺ കയ്യിൽ വേണം. സോ ട്രേഡിംഗും ഫോണിലുണ്ട്, MT5 ഫോണിലുണ്ട്, എക്സിക്യൂഷൻസ് ഫോണിലാണ് നടത്തുന്നത്. നമുക്ക് ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. അത് സ്റ്റഡി പർപ്പസിനാണെങ്കിലും ട്രേഡിംഗ് പർപ്പസിനാണെങ്കിലും മാക്സിമം ഒരു 1 to 2 അവർ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ കുക്ക്ഡ് ആവത്തേ ഉള്ളൂ. വെറുതെ നമ്മൾ കോണ്ടന്റ് ബയാസ് എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടന്റ് ഒബിസിറ്റി എന്ന് പറയും. നമ്മൾ ഓവറായിട്ട് കോൺഫർമേഷൻസ് എടുക്കുക, കണ്ടന്റ് കൺസ്യൂം ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള കോൺഫിഡൻസ് പോയേ എത്തുള്ളൂ. കാരണം എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിരിക്കും. സോ ടൈം കുറയ്ക്കുന്നതാണ് ബെറ്റർ.